അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇരകളാക്കപ്പെടുന്ന മനുഷ്യരുടെ രോദനം തിരിച്ചറിയുവാൻ നമ്മുടെ രാജ്യത്തെ ഭരണകൂടങ്ങൾക്ക് സാധിക്കാറില്ല, സംഘടനകൾക്ക് സാധിക്കാറില്ല. ആയിരക്കണക്കിന് ആദിവാസികളെ കുടിയിറക്കി ADV പോലുള്ള കുത്തകകളെ വനമേഖലകളിൽ വരെ കുടിയിരുത്തുമ്പോൾ പുറംപോക്കിലേക്ക് എടുത്തെറിയപ്പെടുന്ന ആദിവാസികളുടെ കാര്യം നമ്മുടെ രാജ്യത്ത് ചർച്ചാ വിഷയമാകാറില്ല. തീരദേശത്ത് പുഴുക്കളെപ്പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട തീരദേശവാസികളുടെ മൗലികമായ അവകാശങ്ങൾ പോലും സ്വാതന്ത്ര്യം നേടി 6 പതിറ്റാണ്ടുകൾക്ക് ശേഷവും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമായി മനസ്സിലാക്കുവാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല. ഉള്ളവനോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയും പണം എല്ലാ അജണ്ടകളും നിർണയിക്കുകയും പണത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ടു പോവുകയും ചെയ്യുന്നിടത്ത് രാജ്യത്ത് ജീവിക്കുന്ന ഒരു വലിയ അടിസ്ഥാന ജനവിഭാഗത്തിന് മൗലികമായ അവകാശങ്ങളാണ് പലപ്പോഴും നിരാകരിക്കപ്പെടാറുള്ളത്. കുടിവെള്ളം നിരാകരിക്കപ്പെടുന്ന ലക്ഷങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഭക്ഷണം ലഭിക്കാത്ത പട്ടിണി മരണം നടന്നുകൊണ്ടിരിക്കുന്ന കോളനികൾ നമ്മുടെ രാജ്യത്തുണ്ട്. പാർപ്പിടം എന്ന സ്വപ്നം പൂവണിയിക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വിദ്യാഭ്യാസം നേടുവാൻ കഴിയാത്ത, ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്ത ജനലക്ഷങ്ങൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഭരണകൂടങ്ങൾ പുതിയ മുദ്രാവാക്യം അവർക്ക് ഇട്ടുകൊടുക്കുന്നത്. പണമുള്ളവന് വിദ്യാഭ്യാസം, പണമുള്ളവന് പാർപ്പിടം, പണമുള്ളവന് ഭക്ഷണം, പണമുള്ളവന് ചികിത്സ. രാഷ്ട്രം അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞിരിക്കുന്നു. അഥവാ പണമുള്ളവന് നേടാവുന്ന കാര്യങ്ങൾ മാത്രമാണിത് എന്നും പണമില്ലാത്തവന്റെ കാര്യം ഞങ്ങളുടെ അജണ്ടയിലില്ല എന്നും ഭരണകൂടം വരെ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റത്തെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സംഘടനകളും ഏതോ ഒരർത്ഥത്തിൽ ഉൾക്കൊള്ളുകയോ അതല്ലെങ്കിൽ അംഗീകരിക്കുകയോ ചെയ്തിരിക്കുന്നു. ചെറുക്കാനോ അതുപോലെ തന്നെ തിരുത്താനോ കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സംഘടനകൾ സന്നദ്ധമല്ല. ഭരണകൂടം അതിനെ വാരിപ്പുണരുന്നു. അഥവാ മുതലാളിത്ത താൽപര്യങ്ങളോടൊപ്പമാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുമെന്നുകൂടി ഏറ്റവും അവസാനം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അർത്ഥത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന, മൗലികാവകാശങ്ങൾ നിരാകരിക്കപ്പെടുന്ന രാജ്യത്തെ ജനലക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ജനവിഭാഗത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി, അതുപോലെ തന്നെ ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ അവലംബമായി ജനകീയമായ സമരങ്ങൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ മൗലികമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കരുത്തായി ഒരു ദർശനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ശക്തമായി മുന്നോട്ടു പോകുന്ന പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്. ഇവിടെ സോളിഡാരിറ്റി ആരോട് എന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ പ്രവാചകന്മാരും നാം കയ്യിലേന്തിയിരിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആനും ഏതൊരു ജനവിഭാഗത്തിനു വേണ്ടി പ്രവാചകന്മാരിലൂടെ ശക്തമായ സമരപോരാട്ടങ്ങൾക്ക് ആഹ്വാനം ചെയ്തുവോ ആ ജനവിഭാഗത്തോടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജാതിമത പരിഗണനകൾ ഇതിൽ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ്? ഇതൊരിക്കലും ഒരു പരമ്പരാഗതമായ മതസംഘടനയാകുവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമല്ല. അതുപോലെ തന്നെ ഒരു സാമുദായിക സംഘടനയാകുവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമല്ല. ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ആർജവത്തോടുകൂടി ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് പാലിക്കേണ്ടുന്ന മര്യാദകൾ ഇതര മതവിഭാഗങ്ങളോട് പാലിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ട ദർശനമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ വിശാലമാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ദൗത്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് നിങ്ങളൊരു മതവിഭാഗത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവർ എന്നല്ല, നിങ്ങളൊരു സമുദായത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവർ എന്നല്ല, മറിച്ച് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത് ഒരു ജനതയ്ക്ക് വേണ്ടിയാണ്. ചരിത്രത്തിൽ പ്രവാചകന്മാർ കടന്നു വന്നത് ഒരു ജനതയ്ക്ക് വേണ്ടിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യ സമൂഹത്തിന് വേണ്ടിയായിരുന്നു. പ്രവാചകന്മാരുടെ അഭാവത്തിൽ
ഇസ്ലാമിക സമൂഹത്തിന്റെ ഈ ദൗത്യം വ്യത്യസ്തമല്ല. കാലഘട്ടം വരാനിരിക്കുന്നു. പേരിൽ മാത്രം ഇസ്ലാം അവശേഷിക്കുന്ന കാലഘട്ടം, ലിപികളിൽ മാത്രം ഖുർആൻ അവശേഷിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ആശയ വ്യക്തതയില്ലാത്ത, ആളുകളോട് സംവദിക്കാത്ത, അക്ഷരങ്ങളിൽ മാത്രം പരിമിതപ്പെട്ട് കിടക്കുന്ന, ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാത്ത, ജീവിതത്തോട് സംവദിക്കാത്ത, സാമൂഹ്യ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന പൗരോഹിത്യ മതത്തെയല്ല യഥാർത്ഥത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പ്രതിനിധാനം ചെയ്യുന്നത്. മറിച്ച് ധിക്കാരികളായ ഭരണാധികാരികൾക്ക് മുമ്പിൽ ശക്തമായി അസത്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് സമരത്തിന്, കാലഘട്ടത്തിന്റെ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രവാചകന്മാരുടെ പാത അനുധാവനം ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനുഷ്യ സമൂഹത്തെ അഭിമുഖീകരിക്കുന്നത്. ഐക്യദാർഢ്യം എന്ന് പറയുന്നത് നാക്കുകൊണ്ട് ഉച്ചരിക്കേണ്ടതല്ല എന്നും കർമ്മപദത്തിൽ കൊണ്ടുവരേണ്ടതാണ് എന്നും സാധ്യമാകുന്ന അർത്ഥതലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സാധ്യമാകുന്നിടത്തോളം ഈ രാജ്യത്ത് അനീതികൾക്കും നെറികേടുകൾക്കുമെതിരെ അഫ്ദലുൽ ജിഹാദ്, ഏറ്റവും ശ്രേഷ്ഠമായ സമരപ്രഖ്യാപനം നടത്തണമെന്നും അതോടൊപ്പം തന്നെ ദുർബലരായ ജനവിഭാഗത്തിന്റെ കൈത്താങ്ങായി വർത്തിക്കണമെന്നും തിരിച്ചറിയുന്നിടത്താണ് ഒരാദർശത്തിന്റെ ഉൾവിളിയിൽ നിന്നാണ്, ഒരാദർശത്തിന്റെ തേട്ടത്തിൽ നിന്നാണ്, പ്രവാചകന്മാരുടെ സമരപാതയിൽ നിന്നാണ്, വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ സമരാഹ്വാനത്തിൽ നിന്നാണ് ഈ രാജ്യത്തെ മർദ്ദിത ജനവിഭാഗത്തോടുള്ള ഐക്യദാർഢ്യം എന്ന നാമകരണത്തോടുകൂടി തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പുതിയ യുവജന പ്രസ്ഥാനം വരെ ജന്മമെടുക്കുന്നത് എന്നെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, പഠിക്കുക, ഉൾക്കൊള്ളുക. ഈ അർത്ഥത്തിൽ ഈ പോരാട്ടത്തിൽ കണ്ണികളാവുക. ഒരു പോരാളിക്ക് ഉണ്ടായിത്തീരുന്നത് തിന്മയോടുള്ള അടങ്ങാത്ത വെറുപ്പിൽ നിന്നാണെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാന്മാരെ നമ്മൾ പരിശോധിക്കുമ്പോൾ മോശസിനെ പോലെ, മൂസ അലൈഹിസ്സലാമയെ പോലെ, അതുപോലെ ജീസസിനെ പോലെ, മുഹമ്മദ് നബിയെ പോലെ ആ മാർഗത്തിൽ കടന്നു വന്ന മഹാവ്യക്തിത്വങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഇതര മതക്കാർ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും ധാർമ്മികതയുടെ അവസാനത്തെ കണികയും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് നല്ല ഉത്ബോധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും അവർ ഉന്നയിക്കുന്ന ആശയങ്ങൾക്ക് അടിസ്ഥാനപരമായി തെളിവായി ഉദ്ധരിക്കുന്ന ചരിത്രത്തിൽ കടന്നുപോയ ഈ മഹാന്മാർ അവരൊക്കെയും വലിയ വലിയ ശക്തികളോട് ഏറ്റുമുട്ടിയതും പോരടിച്ചതും തിന്മയോടുള്ള ഈ വല്ലാത്ത വെറുപ്പും ധിക്കാരവും അധർമ്മവും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളോടുള്ള അറപ്പുമായിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. ഫറോവയോട് ശബ്ദിക്കുന്ന, ഫറോവയോട് സംസാരിക്കുന്ന മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. മോശസ് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലെ മർദ്ദിത ജനവിഭാഗത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ അദ്ദേഹത്തെ കരുത്തുളവാക്കിയത് ഈ ഫറോവ നടത്തിക്കൊണ്ടിരിക്കുന്ന അധർമ്മത്തോടും ധിക്കാരത്തോടുമുള്ള അങ്ങേ അറ്റത്തെ അദ്ദേഹത്തിന്റെ മനസ്സിലെ രോഷമായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. ഫിറൗവിന്റെ കൂടെ ഒട്ടിനിന്നുകൊണ്ട് ഫിറൗവിന്റെ കൊട്ടാരത്തിൽ വളർന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ആനുകൂല്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം താൻ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളിൽ നിന്നുകൊണ്ട്, തന്റെ കയ്യിലുള്ള ആദർശത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആ കാലഘട്ടത്തിന്റെ നിയോഗം മനസ്സിലാക്കിയിട്ട് ഒരു പോരാളിയായി എഴുന്നേറ്റ് നിൽക്കുകയും യഥാർത്ഥത്തിൽ ധിക്കാരിയായ ഭരണാധികാരിയോടും ആ ഭരണാധികാരിയുടെ ചാര നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആനുകൂല്യം പറ്റിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശിങ്കടകളോടുമൊക്കെ താൻ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, തന്റെ മുമ്പിലുള്ള മർദ്ദ ജനവിഭാഗത്തിന് വേണ്ടി ശബ്ദിക്കുന്ന വലിയ ഒരു വ്യക്തിത്വമായി കൊണ്ട് മൂസ അലൈഹിസ്സലാമയെ, മോശസിനെ നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ്. ഈസ അലൈഹിസ്സലാം, ജീസസ് എന്ന് പറയുന്ന യേശുക്രിസ്തു എന്ന് നമ്മുടെ ഇതര സമൂഹം വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാവ്യക്തിത്വം സീസറിനോടും അതുപോലെ തന്നെ സീസറിന്റെ കൂടെ നിന്നുകൊണ്ട് സീസറിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഒത്താശയും ഓശാനയും നൽകിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ പൗരോഹിത്യ വർഗത്തോടും ശക്തമായി ശബ്ദിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് അവരിൽ നിറഞ്ഞു നിൽക്കുന്ന, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അനീതിയോടും അധർമ്മത്തോടുമുള്ള വല്ലാത്ത വെറുപ്പായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. കാലഘട്ടത്തിൽ ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ തിന്മയോടുള്ള വെറുപ്പ് യഥാർത്ഥ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയവർക്ക് ഇത്തരത്തിൽ പോരാളികളായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഒരു മതവിഭാഗത്തിന് സംഭവിച്ച അധപ്പതനത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, കാനൂലായ തനാഹൗന അമ്മുങ്കരിൻ ഫഅലൂഹു, അവർക്കിടയിൽ നടമാടിക്കൊണ്ടിരുന്ന തിന്മയോട് അവർക്ക് വെറുപ്പുണ്ടായിരുന്നില്ല. ആ തിന്മയോട് ഓരം പറ്റിയും ആ തിന്മയുടെ ആസ്വാദനങ്ങൾ ആസ്വദിച്ചും ആ തിന്മയിൽ മുഖ്യ പങ്ക് വഹിച്ചും അല്ലെങ്കിൽ ആ തിന്മയുടെ കൂടെ സഞ്ചരിച്ചുമൊക്കെ നിസ്സംഗഭാവം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ മതവിശ്വാസികളായിരുന്നാലും ശരി കാലഘട്ടത്തിന്റെ ചവറ്റുകൊട്ടയിലേ അവർക്ക് സ്ഥാനമുള്ളൂ എന്ന് ശക്തിയുക്തം പ്രഖ്യാപിക്കുന്ന ഒരു ദർശനമാണല്ലോ, ഒരു വേദഗ്രന്ഥമാണല്ലോ വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലും നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുക എന്നത് നാം പോരാളികളായി എഴുന്നേറ്റ് നിൽക്കാൻ നമ്മെ കെൽപ്പുളവാക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വാർത്ഥതയില്ലാതെ, പക്ഷപാതിത്വങ്ങളില്ലാതെ മാനവിക മൂല്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും ഈ
കാലഘട്ടത്തിന്റെ ദുരന്തത്തോട് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും കഴിയുകയും ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ തന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ ഈ നിയോഗം പൂർത്തീകരിക്കപ്പെടും. അത്തരമൊരു നിയോഗത്തിന്റെ മാർഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. സോളിഡാരിറ്റി എന്നത് അത്തരമൊരു നിയോഗത്തിന്റെ മാർഗത്തിൽ ഒരു പുതിയ തലമുറയെ ഈ കേരളക്കരക്ക് സംഭാവന ചെയ്തിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുകയും ഈ മാർഗത്തിൽ